പ്രൈസ് ദി ലോർഡ്. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാം തിരുവചനത്തിലൂടെ യേശു പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, നിരാശയും കുറ്റബോധവും ദൈവത്തിലേക്ക് തിരിയുവാൻ പലരെയും അനുവദിക്കാറില്ല. സുവിശേഷത്തിന്റെ അരൂപിയെ നഷ്ടപ്പെടുത്തി പഴയ മനുഷ്യനായി തന്നെ ജീവിതം തുടരുവാൻ സാത്താൻ പ്രേരിപ്പിക്കുമ്പോൾ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പഴയ മനുഷ്യനെ ദൂരെ അകറ്റുവാനാണ്. നീ എത്ര പാപിയാണെങ്കിലും നീ നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. സ്നേഹമുള്ളവരെ, പാപ സാഹചര്യങ്ങളിലേക്ക് മനുഷ്യനെ തന്ത്രപൂർവ്വം കൊണ്ടുവിടുന്ന ദുരാത്മാക്കളുണ്ട്. പാപ സാഹചര്യങ്ങൾ ഒരു മനുഷ്യന്റെ ചിന്തയെ ആദ്യം സ്വാധീനിക്കുന്നു. അതുകൊണ്ട് പാപ സാഹചര്യങ്ങൾ മനസ്സിൽ താലോലിക്കരുത്. ചിന്തയാണ് ഏതൊരു പ്രവൃത്തിയുടെയും ആരംഭം എന്ന തിരുവചനം പറയുമ്പോൾ നമ്മൾ പാപത്തിൽ നിന്നും പിന്തിരിയാം എന്ന തീരുമാനമെടുക്കണം. അപ്പോൾ ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ ഓരോ വ്യക്തിക്കും സാധിക്കും. ഒരു വ്യക്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുമ്പോൾ അശുദ്ധാത്മാവ് അവനെ വിട്ടുപോകുന്നു. സ്വർഗം സന്തോഷിക്കുന്നു. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവനാണ് പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത്. വചനം പറയുന്നു, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. എന്നാൽ ഒരു മനുഷ്യൻ വീണ്ടും പാപ സാഹചര്യങ്ങളിലേക്ക് വീണു പോകുകയാണെങ്കിൽ അവന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയാവസ്ഥ ആയിരിക്കും. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു. എന്നാൽ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. ആ ഭവനം ആളൊഴിഞ്ഞും അടിച്ചുവാരി വൃത്തിയായി കാണപ്പെടുമ്പോൾ തന്നെക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവന്ന് വാസമർപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കാം. വചനം പറയുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുവാൻ അവൻ കഴിവ് നൽകി. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവന്റെ മന്നയായ ദൈവമേ, ഒരു പുതുജീവൻ ഞങ്ങൾക്ക് നൽകുവാൻ തക്കവിധം അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവേ കടന്നു വരണമേ. ജീവന്റെ മന്ന പൊഴിഞ്ഞു പുതുജീവൻ നൽകിടുവാൻ ആത്മാവിൽ നിറയുന്നിതാ സ്വർഗീയവാതിൽ തുറന്നു. കർത്താവിൻ്റെ സ്നേഹം എത്രയോ വലുതാണ്. ഒരു നാളും നമ്മിൽ നിന്നും അകലാതെ നമ്മുടെ കണ്ണീർ തുടച്ച് തൻ്റെ കരതാരിൽ നമ്മെ കരുതുന്ന ആ വലിയ സ്നേഹം, ആ ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകം ഇന്ന് നമ്മിൽ നിറയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളിൽ അങ്ങ് നിറയണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ അയക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ കുറവുള്ള എല്ലാ മേഖലകളിലും അങ്ങയുടെ അഭിഷേകം ചൊരിയണം. തിരുജീവൻ നൽകുന്ന സ്നേഹം, അഭിഷേകമേകുന്ന സ്നേഹം, അങ്ങയുടെ വലിയ സ്നേഹത്തിനായി തിരുജീവൻ നൽകുന്ന സ്നേഹം, അഭിഷേകമേകുന്ന സ്നേഹം, തുടയ്ക്കുന്ന സ്നേഹം, ഒരു നാളും അകലാത്ത സ്നേഹം, കരതാരിൽ കരുതുന്ന സ്നേഹം, മനതാരിലലിയുന്ന സ്നേഹം.
കർത്താവേ, ആരാധന കർത്താവേ. സ്വർഗീയവാതിൽ തുറന്നു. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് ദുഃഖങ്ങൾ അകറ്റി നമ്മെ സാന്ത്വനിപ്പിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് ഞാൻ മഹത്വം അർപ്പിക്കുന്നു. അങ്ങയുടെ വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ കരുണ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. കാരുണ്യം തൂകുന്ന സ്നേഹം, കഥനങ്ങൾ നീക്കുന്ന സ്നേഹം. നന്ദി കർത്താവേ, അങ്ങയുടെ വലിയ സ്നേഹത്തിനായി നന്ദി പറയുന്നു. കാരുണ്യം തൂകുന്ന സ്നേഹം, കഥനങ്ങൾ നീക്കുന്ന സ്നേഹം. സാന്ത്വനമേകുന്ന അങ്ങയുടെ വലിയ സാന്ത്വനമേകുന്ന സ്നേഹം, പാപങ്ങൾ പോക്കുന്ന സ്നേഹം, എല്ലാം ക്ഷമിക്കുന്ന കർത്താവേ. എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം, തിരുവോസ്തിരൂപമാ സ്നേഹം. സ്വർഗീയവാതിൽ തുറന്നു, ജീവന്റെ മന്ന പൊഴിഞ്ഞു, പുതുജീവൻ നൽകിടുവാൻ ആത്മാവിൽ നിറയുന്നിതാ. സ്വർഗീയവാതിൽ തുറന്നു. ആരാധനാകും യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ. ഇന്നേ ദിവസം കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയും സ്നേഹവും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരിലും നിറയട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.